പാലസ്തീൻ ഐക്യദാർഢ്യം എന്നത് ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ഒഴിച്ചുകൂടാനാകാത്ത കടമയാണ്. മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒടുവിലത്തെ മനുഷ്യനും ഒരു പക്ഷമേ ചേരാനാവുകയുള്ളൂ. ആ പക്ഷം പാലസ്തീനിന്റെ പക്ഷമാണ്. ഈ വേദിയിലേക്ക് ഞാൻ റൂമിൽ നിന്നിറങ്ങുന്നതിന് തൊട്ടു മുൻപ് ടെലിവിഷനിൽ കണ്ടൊരു വാർത്ത, സ്പെയിനും നോർവേയും സ്വിറ്റ്സർലൻഡും ഉൾപ്പെടെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾ പാലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കണം എന്ന നിലപാട് സ്വീകരിച്ച നല്ല വാർത്ത കണ്ടുകൊണ്ടാണ് ഞാനിപ്പോൾ മുറിയിൽ നിന്ന് നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. അല്പം മുമ്പ് സരിന്റെ അധ്യക്ഷ പ്രസംഗത്തിനിടയിൽ സൂചിപ്പിച്ചതുപോലെ ഓരോ ദിവസവും ഇസ്രായേലിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ, കൊടും ക്രൂരതയ്ക്കെതിരെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും വലിയ രോഷം അണപൊട്ടിയൊഴുകുകയാണ്. നമ്മൾ നേരത്തെയും ഒരുപാട് തവണ പാലസ്തീനു വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തെരുവിലിറങ്ങിയിട്ടുള്ളവരാണ്, മഹാറാലികൾ നടത്തിയിട്ടുള്ളവരാണ്. ഇപ്പോഴും അത് ചെയ്യുന്നു. ഇനി നാളെയും നമ്മളത് ചെയ്യും. ഇന്ത്യൻ ഇടതുപക്ഷത്തിനൊരൊറ്റ നിലപാടേയുള്ളൂ. ആ നിലപാട് പൊരുതുന്ന പാലസ്തീനൊപ്പമാണ് നമ്മൾ. നമ്മുടെ രാജ്യത്ത് ദീർഘകാലമായി പാരതന്ത്ര്യത്തിന്റെ കൈപ്പ് കുടിച്ചവരാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം. നമ്മുടെ പൂർവികർ അങ്ങനെയുള്ളവരായിരുന്നു. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കാൽച്ചുവട്ടിൽ കിടന്ന് നരകിക്കേണ്ടി വന്ന ഒരു ജനതയാണ് ഇന്ത്യ. ബ്രിട്ടൻ എങ്ങനെയാണ് നമ്മളെ അധീശത്വത്തിലാഴ്ത്തി വെച്ചത്? ബ്രിട്ടൻ നമ്മളെ അധീശത്വത്തിലാഴ്ത്തി വെച്ചത് അവരുടെ ഏറ്റവും ശക്തമായ ആയുധ പ്രയോഗങ്ങളിലൊന്നാണ്. ഡിവൈൻ ആൻഡ് റൂൾ ആയിരുന്നു, ഭിന്നിപ്പിച്ചു ഭരിക്കലായിരുന്നു. സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഒരു ജനതയെ എങ്ങനെയാണ് വിഭജിക്കാനാവുക? തുടർച്ചയായി ആ വിഭജന രാഷ്ട്രീയം പ്രയോഗിച്ച് എങ്ങനെയാണ് വിഭജിപ്പിച്ചു തന്നെ അവരെ എക്കാലവും നിലനിർത്താനാവുക? ക്രമേണ രണ്ടു കൂട്ടരെയും എങ്ങനെയാണ് പരസ്പരം പോരടിപ്പിക്കാനാവുക? ഇന്ത്യ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഇന്ത്യയുടെ പൂർവ്വകാലത്തേക്ക് പോകുന്നില്ല, ഒരൊറ്റ കാര്യം മാത്രം പറയുന്നു. ബ്രിട്ടന്റെ സാമ്രാജ്യത്വ താൽപര്യങ്ങളാണ് പാലസ്തീനെ ഈ ഗതിയിലേക്ക് തള്ളിവിട്ടതെന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. പിൽക്കാലത്ത് ലോക സാമ്രാജ്യത്വത്തിന് ഇന്ന് നെടുനായകത്വം വഹിക്കുന്ന അമേരിക്കയുടെ ആയുധ താൽപര്യങ്ങൾ, അമേരിക്കയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ, അമേരിക്കയുടെ വ്യത്യസ്തമായ രാഷ്ട്രീയ താൽപര്യങ്ങൾ ഇസ്രായേലിന് അനുകൂലമായി ചലിച്ചുകൊണ്ടിരിക്കവേ തുടർച്ചയായി വീണ്ടും പാലസ്തീൻ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സാമ്രാജ്യത്വ താൽപര്യങ്ങളാണ് ഈ ദുരവസ്ഥയിലേക്ക് ഒരു ചെറിയ ഭൂപ്രദേശത്തെ ഒരു പിടി മനുഷ്യരെ തള്ളിവിട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജനിച്ച ഭൂമിയിൽ തുടർച്ചയായി ബോംബ് വർഷങ്ങൾക്ക് നടുവിൽ നമ്മൾ ജീവിക്കേണ്ടി വരിക. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലേ? നമുക്ക് ഓരോരുത്തർക്കും കുഞ്ഞുങ്ങളില്ലേ? ഓരോ ശിശുരോധനത്തിലും കേൾക്കുന്ന 1 കോടി ഈശ്വര വിലാപമെന്നാണ് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 5-ാം തീയതി പുറത്തു വന്ന ഒരു കണക്ക് പ്രകാരം ഓരോ ദിവസവും പാലസ്തീനിൽ കൊല ചെയ്യപ്പെടുന്നത് 100 കുഞ്ഞുങ്ങളെന്നാണ്. നോക്കൂ, കുട്ടികളെ ഇങ്ങനെ കൊന്നുകൊണ്ടേയിരിക്കുന്നു. കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത്, ആശുപത്രികൾ ബോംബ് വീണുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് ഇതുപോലൊരു സന്ദർഭം നമ്മുടെ എല്ലാം ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കുഞ്ഞുങ്ങളെയെങ്കിലും വെറുതെ വിട്ടുകൂടെ? പാലസ്തീനും കവിയായിരുന്ന ഗസ്സാൻ കനാഫാനിയുടെ മനോഹരമായൊരു കവിതയുണ്ട്. കവിത യുദ്ധവും കുഞ്ഞുങ്ങളും എന്നാണ്. കവിത എങ്ങനെയാണ്? യുദ്ധത്തിൽ കുട്ടികൾ മരിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യുദ്ധത്തിൽ കുട്ടികൾ മരിക്കാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നതുവരെ അവർ താൽക്കാലികമായി ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ അവർ സുരക്ഷിതരായി വീടുകളിലേക്ക് മടങ്ങും.
അവരുടെ മാതാപിതാക്കൾ അവരോട് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ മേഘങ്ങളിൽ കളിക്കുകയായിരുന്നു എന്ന്. നമ്മളും ആഗ്രഹിച്ചു പോവുകയാണ്. ഗസ്സാൻ കനാഫാനി സൂചിപ്പിച്ചതുപോലെ പാലസ്തീനിലെ കവികൾ എഴുതിയതുപോലെ ഇന്ത്യയിലെ അമ്മമാരും ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ യുദ്ധത്തിന്റെ ഇടവേളകളിൽ എന്തായിരിക്കും, യുദ്ധത്തിന്റെ ഇടങ്ങളിൽ എന്തായിരിക്കും? എത്ര കുഞ്ഞുങ്ങളെയാണ് കൊന്നുകളഞ്ഞത്? എത്ര മാധ്യമപ്രവർത്തകരെയാണ്, സന്നദ്ധ പ്രവർത്തകരെയാണ്? ഒരു യുദ്ധമുഖത്തും ലോകത്ത് ഇതുപോലെ വൃത്തികെട്ട നരമേധത്തിന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ടാകില്ല, ഇതുപോലെ ചോര കിനിഞ്ഞിട്ടുണ്ടാകില്ല ഒരു ഭൂപ്രദേശത്ത്. ചരിത്രത്തിലുടനീളം സാമ്രാജ്യത്വ താൽപര്യങ്ങൾ, അവരുടെ ആയുധ താൽപര്യങ്ങൾ, അവരുടെ രാഷ്ട്രീയ താൽപര്യങ്ങൾ, അതിന്റെ ഇരകളായി ഇസ്രായേൽ മുൻപോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഒടുവിലത്തെ സംഭവ വികാസങ്ങളുടെ കാരണം? ഹമാസ് ആക്രമണം നടത്തി എന്നാണ് പറയുന്നത്. ഹമാസ് എങ്ങനെയാണ്? ഹമാസിനെ തീവ്രവാദ സംഘടന എന്ന് വിളിച്ച് ഹമാസിനെതിരെ എവിടെ നിലപാടെടുക്കണമെന്ന് ശ്രമിക്കുന്നവരുണ്ട്. എങ്ങനെയാണ് ഹമാസ് ഉണ്ടായത്? ഹമാസിന്റെ തീവ്രവാദ നിലപാടുകളാണ് ഇന്ന് കാണുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം എന്ന് വിശേഷിപ്പിക്കുന്നവരുടെ മുമ്പിൽ ഹമാസിനു മുമ്പേ തീവ്രവാദ പ്രസ്ഥാനം ആരംഭിച്ചത് ജൂതരായിരുന്നു. ഹമാസ് ജനമെടുക്കുന്ന 1987 1987 ഹമാസ് വരുന്നുവെങ്കിൽ 1882 ജൂത രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ബില്യ. 2 പുസ്തകങ്ങൾ, 2 മനുഷ്യർ. അവരെ ഒഴിവാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ സംഘർഷഭരിതമായ പാലസ്തീനിന്റെ കഥ പറയാനാകില്ല. അതിലൊന്ന് 1882 പുറത്തിറങ്ങിയ ലിയോ പിൻസ്കർ രചിച്ച ഓട്ടോ ഇമാൻസിപ്പേഷൻ എന്നൊരു പുസ്തകമുണ്ട്. ഓട്ടോ ഇമാൻസിപ്പേഷൻ എന്ന പുസ്തകമാണ് ജൂതർക്കായ ഒരു രാജ്യം എന്ന സങ്കല്പം ആദ്യമായി മുൻപോട്ട് വയ്ക്കുന്നത്. ആ പുസ്തകം ഇറങ്ങിയതിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് 1882 ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബില്യ എന്ന 500 ജൂത ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച ആദ്യത്തെ തീവ്രവാദ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ഹമാസ് ആയിരുന്നില്ല ഇസ്രായേലിന്റെയും പാലസ്തീന്റെയും ചരിത്രത്തിലെ സോക്കോൾഡ് തീവ്രവാദ പ്രസ്ഥാനം. ആദ്യത്തെ തീവ്രവാദ പ്രസ്ഥാനം മറുചേരിയിൽ നിന്നുണ്ടായതാണ് ബില്യ. 1882 ഈ പുസ്തകം. 1885 തിയോഡർ ഹസ്രാൽ, ലോക സയനിസ്റ്റ് മൂവ്മെന്റിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് തിയോഡർ ഹസ്രാലിനെയാണ്. തിയോഡർ ഹസ്രാലിന്റെ പുസ്തകമാണ് ജൂതരാജ്യം. അദ്ദേഹമാണ് ഒരാശയം മുൻപോട്ട് വെച്ചു, സൊസൈറ്റി ഓഫ് ജൂസ്, ജൂതരുടെ ഒരു സമൂഹം. ഇതായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. എന്തായിരുന്നു ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനം? 3 മതങ്ങളുടെ സംഗമഭൂമി എന്ന് പറയാം. 2 മതങ്ങളുടെ ജന്മസ്ഥലവും ഒരു മതത്തിന്റെ പ്രധാനപ്പെട്ട ഇടവുമാണ്. 3 സെമറ്റിക് മതങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മതങ്ങൾ. ഒന്ന് ജൂത, മറ്റൊന്ന് ഇസ്ലാം, മറ്റൊന്ന് ക്രിസ്ത്യൻ. ജൂതമതത്തിന്റെ പ്രഭവ കേന്ദ്രവും ജൂതമതത്തിന്റെ വളർച്ചയുടെയും ജൂതമതത്തിന്റെ വഴികളിലും നിർണായകമായ പങ്ക് വഹിച്ചിരുന്നൊരു സ്ഥലം, ജൂതർ ഒഴിച്ചുകൂടാനാകാത്ത പുണ്യപ്രദേശങ്ങളുള്ള സ്ഥലം, കാനാൻ പ്രദേശം, അതാണ് പാലസ്തീൻ. അതേസമയം തന്നെ ക്രൈസ്തവ മതവിശ്വാസവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇസ്ലാം മതവിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട പല ഇടങ്ങളുമുള്ള സ്ഥലം. അവിടെ നിന്നും ജൂതർ ആട്ടിയോടിക്കപ്പെട്ടിട്ടുണ്ട്. ആട്ടിയോടിക്കപ്പെട്ടത് ഇന്നത്തെ ഈ പാവങ്ങളായ അറബുകൾ, ഈ പാലസ്തീൻകാർ ആട്ടിയോടിച്ചതായിരുന്നില്ല. പലസ്തീനികൾ അവരെ ചേർത്ത് പിടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 1517 ഓട്ടോമാൻ ആക്രമണം, അന്ന് കുറെ പേർ ചിതറിപ്പോയി. അലക്സാണ്ടറുടെ ആക്രമണം, അവർ വേട്ടയാടപ്പെട്ടു. കാലങ്ങൾക്ക് ശേഷം ഹിറ്റ്ലർ അവരെ വേട്ടയാടി. ലോകത്തിന്റെ പല കോണുകളിലേക്ക് പല സന്ദർഭങ്ങളിൽ രാഷ്ട്രീയാധിനിവേശങ്ങളുടെ കാലത്ത് ചിതറിപ്പോയ ജൂതർ, ആ ജൂതർക്കെല്ലാവർക്കും ഒരു രാജ്യം വേണം. ഇതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ എമാൻസിപ്പേഷനും അതോടൊപ്പം തന്നെ ജൂതരാജ്യം. ഈ 2 പുസ്തകങ്ങളിലൂടെ 1882 1885 2 പേർ മുന്നോട്ട് വെച്ച ആശയം. ആ
ആശയത്തിൽ നിന്നാണ് 1885 തിയോഡർ ഹസ്വാലിന്റെ സയനിസ്റ്റ് മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിലാണ് 1897 ബേസലിൽ വെച്ച് ഒരു ജൂതരാഷ്ട്രം എന്ന പ്രഖ്യാപനം ഉണ്ടാകുന്നത്. പ്രഖ്യാപനം മാത്രമായിരുന്നില്ല, ലോകത്തിന്റെ പല കോണുകളിലുമുള്ള ജൂതരോട് ആഹ്വാനം ചെയ്തു, വരൂ നിങ്ങൾ നമ്മുടെ കാനാൻ പ്രദേശത്തേക്ക് മടങ്ങി വരും. കാനാൻ പ്രദേശത്തേക്ക് മടങ്ങി വരും. പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിച്ചു. സംഘടിത സ്വഭാവമുണ്ടായി ജൂത കുടിയേറ്റത്തിന്. അതിനു മുമ്പ് ലോകത്തിന്റെ പല കോണുകളിലേക്കും ചിതറിപ്പോയ ഈ ജൂത ഈ ഭൂപ്രദേശത്ത് വരുമായിരുന്നു, ആരാധന നടത്തുമായിരുന്നു, തിരികെ പോകുമായിരുന്നു. യാതൊരു പ്രതിസന്ധിയും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊരു സംഘടന വരുന്നത് ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിലാണ്. രണ്ട് പുസ്തകങ്ങൾക്ക്, രണ്ട് നേതൃത്വത്തിന്, രണ്ട് നേതാക്കൾക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു. ഒന്ന് തിയോഡർ ഹസ്വാലിന്, മറ്റൊന്ന് അതുപോലെ തന്നെ ലിയോ ഫിക്സ്കർ എന്ന് പറയുന്ന എഴുത്തുകാരന്. ഈ രണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന കുടിയേറ്റങ്ങൾ ഉണ്ടാകുന്നത്, സംഘടിതമായ കുടിയേറ്റങ്ങൾ. 1917 എത്തുമ്പോഴേക്കും കഥ വീണ്ടും മാറുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ തന്ത്രപ്രധാനമായ ഈ ഭൂപ്രദേശവും ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ നിർണായക ശക്തിയായ ഘടകം വളർന്നിരുന്ന ജൂതരുടെയും പിന്തുണ കിട്ടുന്നതിന് വേണ്ടി ബ്രിട്ടൻ തന്ത്രപരമായ നീക്കങ്ങൾ നടത്തി. ആ തന്ത്രപരമായ നീക്കത്തിനൊടുവിലാണ് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ഒരു തരിമണ്ണ് പോലും അറബികൾക്ക് കൊടുക്കാതെ പൂർണ്ണമായും ഇസ്രായേലികൾക്ക് മാത്രമായ ഒരു രാജ്യം തന്നെ അനുവദിച്ചു കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സയനിസ്റ്റ് മൂവ്മെന്റിന്റെ പശ്ചാത്തലത്തിലുണ്ടായ സംഘടിതമായ കുടിയേറ്റവും ആ കുടിയേറ്റത്തിനു ശേഷം ബ്രിട്ടന്റെ കൃത്യമായ രാഷ്ട്രീയ താൽപര്യത്തോടുകൂടി, സാമ്പത്തിക താൽപര്യത്തോടെ ബ്രിട്ടൻ ഏകപക്ഷീയമായി ഒരു രാജ്യവും അനുവദിച്ചു കൊടുക്കുകയാണ്. സംഘർഷഭരിതമാകുന്നത് നമ്മുടെ മുതലാണ്. ആ സംഘർഷത്തിന് എത്ര കാലത്തെ പഴക്കം? ഹമാസാണ് ഉത്തരവാദി. ഹമാസാണെങ്കിൽ ഹമാസിനും കാലങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണ് ഹമാസ് ഉണ്ടാകുന്നത്? പലസ്തീനിലെ വിമോചന പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ പേരായിരുന്നില്ല ഹമാസ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 1987 ഹമാസ് ഉണ്ടാകുന്നത്. ഹമാസിനും എത്രയോ കാലങ്ങൾക്ക് മുൻപ് PLO. നമുക്കേവർക്കും പാലസ്തീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു വരുന്നൊരു മുഖമുണ്ട്. ലോകമാകെ യാസർ അറാഫത്ത് PLOയുടെ നേതാവായിരുന്നു. ഹമാസാണ് കുഴപ്പങ്ങൾക്ക് കാരണമെന്ന് ലോകത്തിലെ സാമ്രാജ്യത്വ താൽപര്യം കയറുന്ന മാധ്യമങ്ങൾ വിളിച്ചു പറയുമ്പോൾ, വലതുപക്ഷവാദികൾ പറയുമ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് ഈ ഹമാസ് പിറവിയെടുക്കുന്നത്? പാലസ്തീൻ ലിബറേഷൻ ആർമി എന്ന PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന PLO, ആ PLOയും യാസർ അറാഫത്തും സ്വീകരിച്ച മിതവാദ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ഹമാസ് ജന്മമെടുക്കുന്നത്. എന്തിനാണ് ഈ മെല്ലപ്പൊക്ക് ഇസ്രായേലിനോട്? എന്തിനാണ് ഈ സന്ധി ചെയ്തത്? മിതവാദ നിലപാടുകൾ ഉപേക്ഷിക്കണമെന്നൊരു കൂട്ടം പേർ, അവരാണ് 1987 ഹമാസ് ഉണ്ടാക്കുന്നത്. 87 വരെ മിതവാദ നിലപാടിൽ പ്രതിഷേധിച്ചൊരു സംഘടന രൂപീകരിക്കേണ്ടി വരുന്നു. അപ്പോൾ മിതവാദ നിലപാടിനെയും യാസർ അറാഫത്തിനെയും നിങ്ങൾ അംഗീകരിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇന്നത്തെ തീവ്രവാദ നിലപാടുകളാണ് കുഴപ്പമെന്ന് പറയുമ്പോൾ, എന്നാൽ പഴയ മിതവാദ നിലപാടിനെ നിങ്ങൾ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളുടെയും വിവിധ പൊതുസമൂഹ പ്രവർത്തകരുടെയും എല്ലാം തന്നെ ശ്രീ ഹംസ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട്. സദസ്സിനാകെ വേണ്ടി അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകമെമ്പാടും ഉയർന്നു വന്ന ശബ്ദബിന്ദുണ്ടായിരുന്നു അത് ഇസ്രായേൽ കേൾക്കാതിരുന്നത്, ഇസ്രായേലിനെ എക്കാലവും കൂടെ കൊണ്ടു നടക്കുന്ന, കൂട്ടുപിടിച്ചു കൊടുക്കുന്ന അമേരിക്ക കേൾക്കാതിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, യാതൊരുവിധ ചർച്ചയുടെയും നിഗമനങ്ങളുടെയും ആവശ്യമില്ല. ഇന്ന് പാലസ്തീനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കിരാതമായ നരമേധത്തിന്റെ ഉത്തരവാദി ഇസ്രായേലാണ്. നരമേധത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി അമേരിക്കയാണ്. അതിന്റെ ഉത്തരവാദി ചരിത്രത്തിലുടനീളം സാമ്രാജ്യത്വ ശക്തികൾ പുലർത്തിപ്പോന്ന രാഷ്ട്രീയ പ്രേരിതമായ നിലപാടുകളും നയസമീപനങ്ങളുമാണ്. അതിനെതിരെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് നമുക്ക് നിലപാടെടുത്തേ മതിയാകും. ഓരോ ദിവസവും എത്ര മനുഷ്യരെയാണ് കൊല്ലുന്നത്? ഇത് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടെന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചരിത്രമുണ്ട്.
മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫ്രഞ്ചുകാർക്ക് ഫ്രാൻസ് എങ്ങനെയാണോ അതുപോലെയാണ് അറബുകൾക്ക് പാലസ്തീൻ. ഇന്ത്യയുടെ നിലപാടിൽ യാതൊരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ എത്രയോ പ്രധാനമന്ത്രിമാർ. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ അപകടകരമായ കയ്യൊപ്പ് ചാർത്തുന്നത് അത് RSS മാത്രമായിരുന്നില്ല. 1991 അധികാരത്തിൽ വന്ന PV നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത്, അതിനുശേഷം ഇങ്ങോട്ട് നമ്മുടെ രാജ്യത്തിന്റെ നയതന്ത്ര സമീപനങ്ങളിൽ അമേരിക്കൻ പക്ഷപാതിത്വം കൂടി. ഇസ്രായേൽ നമ്മുടെ ഉറ്റ ചങ്ങാതികളായി മാറി. ഇസ്രായേലും ഒരു വെറുക്കപ്പെട്ട രാഷ്ട്രമായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ലോകരാഷ്ട്രങ്ങളുടെ വലിയ സമ്മർദ്ദ മുനമ്പിലേക്ക് ഇസ്രായേലിനെ തള്ളിവിടാനുള്ള നീക്കത്തിൽ നമ്മുടെ രാജ്യം മുൻനിരയിൽ നിന്ന ചരിത്രമാണുള്ളത്. ഗാന്ധിയുടെ കാലം മുതൽ ഇങ്ങോട്ട് ഈ പ്രശ്നം ഉടലെടുക്കുന്ന കാലത്ത്, അതിനുശേഷം ചരിത്ര വഴികളിലുടനീളം ഇന്ത്യ ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. അത് മനുഷ്യപക്ഷ നിലപാടായിരുന്നു. ആ നിലപാടിന് മാറ്റമുണ്ടാകുന്നത് 90-കൾക്ക് ശേഷമാണ്. 2014 ശേഷം ഇങ്ങോട്ട് അതിനൊരു തീവ്ര രൂപം കൈക്കൊണ്ടു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. മനുഷ്യനെ, മനുഷ്യത്വത്തെ, മാനവികതയെ ബുൾഡോസറുകൾ കയറ്റി ഇടിച്ചു നിരത്തുന്ന രണ്ട് ഗവൺമെന്റുകൾ തമ്മിലുള്ള ഐക്യപ്പെടലായി വേണമെങ്കിൽ നമുക്ക് അതിനെ കാണാവുന്നതാണ്. 2014 ശേഷം നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നമ്മുടെ രാജ്യത്ത് പുതിയ ചില പദങ്ങൾ കടന്നു വന്നു. അങ്ങനെ കടന്നു വന്ന പദങ്ങളിലൊന്നാണ് ബുൾഡോസർ രാജ്. നിങ്ങൾക്ക് 2014 മുമ്പ് ബുൾഡോസർ രാജ് എന്നൊരു പദം ഇന്ത്യൻ ഡിക്ഷണറികളിൽ കാണാനുണ്ടാകുമായിരുന്നില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ എവിടെയെങ്കിലും ബുൾഡോസർ രാജ് എന്നൊരു പദം നിങ്ങൾക്ക് ഇതിനു മുമ്പ് കേൾക്കാനുണ്ടാകുമായിരുന്നില്ല. 2014 മുമ്പുള്ള ഏത് രാഷ്ട്രീയ പുസ്തകങ്ങളും നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ. പക്ഷേ ഏത് റഫറൻസ് ഗ്രന്ഥങ്ങളിലും ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നിയമസഭയിലെയോ പാർലമെന്റിലെയോ സഭാരേഖകളിൽ, പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്ക് ബുൾഡോസർ രാജ് എന്നൊരു പദം കാണാനാവില്ല. അത് കാണാൻ കഴിയുന്നത് 2014 ശേഷമാണ്. മനുഷ്യർക്ക് മുകളിലേക്ക് ബുൾഡോസറുകൾ വെച്ച് കയറ്റുക. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ കൺമുമ്പിൽ ബുൾഡോസറുകൾ വന്ന് ഇടിച്ചു നിരത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചു. ജീവനും പിടിച്ചു നിങ്ങൾ ബുൾഡോസറുകളുടെ പൽച്ചക്കങ്ങൾക്കിടയിൽ പിടയാതെ എവിടേക്കെന്നല്ലാതെ ഓടി പറയുന്നതിനെ കുറിച്ച് സ്വയം ഒന്ന് ആലോചിക്കും. ലോകത്തിന്റെ അങ്ങേ തലക്കിൽ ഒരു കോണിൽ എന്തോ സംഭവിക്കുന്നു എന്ന് കരുതി ഇവിടെ ഈ നല്ല മഴയുള്ളൊരു വൈകുന്നേരത്തിൽ നമ്മൾ ഈ ഹാളിൽ ഇങ്ങനെ ഒട്ടിച്ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത് നമുക്കിത് പലപ്പോഴും കെട്ടകഥയായിരുന്നു. ബെന്യാമിന്റെ പ്രസിദ്ധമായ ആടുജീവിതം എന്ന പുസ്തകത്തിന്റെ തുടക്കത്തിൽ ബെന്യാമിൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. ആടുജീവിതത്തിന്റെ ഇതിവൃത്തം എന്നത് നജീബ് എന്ന് പറയുന്ന ഒരു പ്രവാസി അനുഭവിച്ച ജീവിതമാണ്. പക്ഷേ ആ അനുഭവത്തിലേക്ക് നിങ്ങൾ എന്റെ നോവലിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതൊരു കെട്ടുകഥയാണ്. ഇങ്ങനെ ആടായി ഒരു മനുഷ്യൻ ജീവിക്കുമോ? അതൊരിക്കലും സാധിക്കില്ല. ഇതൊരു കെട്ടുകഥയാണ് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾക്കത് തോന്നും. തോന്നാനുള്ള കാരണം ഇതുപോലൊരു ജീവിതം നിങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്ന കാരണത്താലാണ്. ബെന്യാമിൻ നോവലിന്റെ ആമുഖ ഭാഗത്ത് ഇങ്ങനെ ആ വരികൾ കുറിച്ചിടുന്നു: നിങ്ങൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകൾ മാത്രമാണ്. പാലസ്തീന് സമാനമായ ഒരു ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിലില്ല. നമുക്കത് കെട്ടുകഥയായിരുന്നു. പക്ഷേ കാണുന്ന ചിത്രങ്ങളുടെയും പുറത്തു വരുന്ന പരിമിതമായ വാർത്തകളുടെയും ദൃശ്യങ്ങളുടെയും എല്ലാം വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ആ മഞ്ഞുമലയെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. പാലസ്തീനു വേണ്ടി ശബ്ദിക്കുക എന്ന് പറയുന്നത് മനുഷ്യപക്ഷത്തുള്ള ഓരോ മനുഷ്യനെയും, മനുഷ്യത്വം അവശേഷിച്ചിട്ടില്ലാത്ത, മരിച്ചുപോയിട്ടില്ലാത്ത ഓരോ മനുഷ്യനെയും പ്രാഥമികമായ കടമയായി മാറുന്നു. എവിടെയാണ് ഈ മനുഷ്യർ പോകേണ്ടത്? മഹ്മൂദ് ദർവിഷ് എന്ന കവി എഴുതുന്നുണ്ട്: അവസാനത്തെ ആകാശവും കടന്ന് ഞങ്ങൾ ഇനി എവിടേക്കാണ് പറക്കേണ്ടത്? മഹ്മൂദ് ദർവിഷ് എഴുതിയതാണ്. പലസ്തീനിയൻ കവി. പറന്നു 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 പോവുകയാണ്. നിങ്ങൾ ഞങ്ങളെ വേട്ടയാടുകയാണ്. നിങ്ങളുടെ ബുൾഡോസറുകൾ ഞങ്ങളെ പിന്തുടരുകയാണ്. ഞങ്ങളുടെ വീടുകൾ ഇടിച്ചു നിരത്തുകയാണ്. ഞങ്ങളുടെ ആശുപത്രികൾ, ഞങ്ങളുടെ വലിയ മരങ്ങൾ, ഞങ്ങളുടെ പൂർവികരുടെ ശവകുടീരങ്ങളിലേക്ക് പോലും നിങ്ങൾ ബോംബുകൾ വർഷിക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരുമിച്ച് വലിയ കുഴികളിലാക്കി ആ കുഴികളിൽ ഒരുമിച്ച് കൊണ്ടു തള്ളി അതിൽ മണ്ണിട്ട് മൂടുമ്പോൾ
ഞങ്ങൾ വീണ്ടും വീണ്ടും ഓടുകയാണ്. നിങ്ങൾ ഞങ്ങളെ പിന്തുടരുകയാണ്. ഒടുവിലത്തെ ആകാശവും കിടന്ന് ഞങ്ങൾ ഇനി എവിടേക്കാണ് പറക്കേണ്ടത്? അങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ചും എനിക്കും നിങ്ങൾക്കും ആലോചിച്ചാൽ അവരുടെ പക്ഷത്തു നിന്നുകൊണ്ട് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിക്കുകയും അവർക്ക് വേണ്ടി സോളിഡാരിറ്റി എടുക്കുകയും ഐക്യദാർഢ്യം എടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ലോകത്തിന്റെ ഏതൊരു കോണിലുമുള്ള മനുഷ്യന്റെ പ്രാഥമികമായ രാഷ്ട്രീയ കടമയാണ്. ആ കടമയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ മാത്രമല്ല, നേരത്തെ നിർവഹിച്ചു. ഞങ്ങളങ്ങനെ നിർവഹിച്ചപ്പോഴൊക്കെ ഞങ്ങളെക്കുറിച്ച് പറഞ്ഞൊരു ആരോപണം വോട്ടിന് വേണ്ടി ചെയ്തതെന്നാണ്. അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കുറച്ചു കാണലാണ്. ഇടതുപക്ഷ രാഷ്ട്രീയം ലോകത്തെവിടെയുമുള്ള മാനവികമായ പോരാട്ടങ്ങൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വേദന ഏൽക്കുന്ന മനുഷ്യന്റെ വേദനയോട് ഐക്യദാർഢ്യപ്പെടുന്നത് വോട്ടെന്ന രാഷ്ട്രീയ ഘടകത്തിൽ നിന്നുകൊണ്ടല്ല. കിംഫുക്കിനെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ഒരു പിഞ്ചുബാലിക കിംഫുക്ക്. വിയറ്റ്നാം യുദ്ധത്തിന്റെ എല്ലാ ഭീകരതയും ലോകത്തെ അടയാളപ്പെടുത്തിയ, ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തിയ ഒരു പിഞ്ചുകുട്ടിയുടെ പേരാണ് കിംഫുക്ക്. നാപ്പാം എന്ന് പറയുന്ന ഒരു ബോംബായിരുന്നു അമേരിക്കയെന്ന് കൂടുതലായി അവിടെ വർഷിച്ചത്. നാപ്പാം ബോംബിന്റെ വികിരണമേറ്റ് ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവൻ കത്തിപ്പിടിച്ച് പൊള്ളലേറ്റ ശരീരവുമായി, പാതിവന്ന ശരീരവുമായി വിവസ്ത്രയായി ഓടുന്ന ഒരു കൂട്ടം കുട്ടികൾ, അതിന്റെ മുൻനിരയിലോടിയ ഒരു പിഞ്ചു പൈതലിന്റെ പേരാണ് കിംഫുക്ക്. ഒരു മാധ്യമപ്രവർത്തകന്റെ ക്യാമറയിൽ പതിഞ്ഞൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം ലോകത്തെ വിസ്മയിപ്പിച്ചു, ലോകത്തെ കരയിച്ചു. അന്ന് ഇന്ത്യൻ തെരുവുകളിൽ, ഇന്ത്യൻ കലാലയങ്ങളിൽ ഇടതുപക്ഷം ഉയർത്തിയ മുദ്രാവാക്യമുണ്ട്, മേരാ നാം തുമാരാ നാം വിയറ്റ്നാം. എന്റെയും നിന്റെയും പേര് വിയറ്റ്നാം എന്നാകുന്നു. വോട്ടിന് വേണ്ടിയായിരുന്നു. സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ടൈഗ്രീസിന്റെ മടിത്തട്ടിൽ എവർഗ്രീൻസോണിൽ സദ്ദാം ഹുസൈനെ കൊണ്ടുവന്ന് തൂക്കിലേറ്റാൻ ശ്രമിക്കുമ്പോൾ തൂക്കിലേറ്റപ്പെടുന്നുവെന്ന് വാർത്ത പുറത്തുവന്ന് ആ ദിവസവും നിമിഷവും അൽ ജസീറ TV പുറത്തുവിട്ട നിമിഷം ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായി പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്ന സംഘടന സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI എന്ന സംഘടനയായിരുന്നു, തിരുവനന്തപുരത്തായിരുന്നു. എവർഗ്രീൻസോണിൽ ടൈഗ്രീസിന്റെ മടിത്തട്ടിൽ കൊലക്കയറൊരുങ്ങി അണിയുമ്പോൾ മരണഭയമില്ലാതെ കൊലക്കയറിന്റെ മുമ്പിലേക്ക് നടന്നുപോയ പോരാളി അന്ന് ഐക്യദാർഢ്യ പ്രകടനങ്ങൾ മുഴുവൻ ഇന്ത്യയിലുടനീളം, കേരളത്തിലെ പാടും ഇടതുപക്ഷം വോട്ടിന് വേണ്ടിയായിരുന്നു. എത്രയോ അനുഭവം. ഏറ്റവും ഒടുവിൽ ഐലൻഡ് കുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നമ്മുടെ ഉറക്കം അസ്വസ്ഥപ്പെടുത്തി നിലോഫർ എന്നൊരു വനിതാ മാധ്യമ പ്രവർത്തക, അവരുടെ ക്യാമറ കണ്ണിൽ പൊതിഞ്ഞ ഒരു ചിത്രമാണ്. ഒരു വനിതാ മാധ്യമ പ്രവർത്തകയുടെ, ഒരു ഫോട്ടോഗ്രാഫറുടെ ക്യാമറ കണ്ണിൽ പൊതിഞ്ഞ ഒരു ചിത്രം. ഐലൻഡ് കുട്ടി മണൽത്തിട്ടയിൽ മുത്തമിട്ട് മരിച്ചു കിടക്കുന്ന ഒരു പിഞ്ചോമന. എന്റെ കുഞ്ഞാണത് എന്ന് തോന്നിപ്പോകും നമുക്ക് ഓരോരുത്തർക്കും. നമ്മുടെ കുഞ്ഞ് കട്ടിലിൽ കവിഴ്ന്നു കിടന്ന് അലസമായി ഉറങ്ങുന്നത് പോലെ മണൽത്തിട്ടയിൽ ഒരു പിഞ്ചോമന മുത്തമിട്ട് കിടന്നുറങ്ങുന്നു. ആ പിഞ്ചോമനയുടെ പേരായിരുന്നു ഐലൻഡ് കുട്ടി. ലോകത്തിന്റെ ഏതൊരു കോണിലും വേദനയേൽക്കുന്ന മനുഷ്യന് ശബ്ദമായി, ഐക്യദാർഢ്യമായി ഇടതുപക്ഷം വരാറുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അക്ഷരത്തിന് വേണ്ടി പഠിക്കാൻ പോയതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട തീവ്രവാദങ്ങളുടെ ഇരയായി മാറിയ മലാല യൂസുഫ്സായി നമ്മുടെ പ്രധാനപ്പെട്ട വൈകാരിക ഘടകമായി മാറിയില്ലേ? നമ്മുടെ ഐക്യദാർഢ്യത്തിന്റെ ബിന്ദുവായി മാറി. പാലസ്തീനും അതുപോലെ തന്നെ. നമുക്ക് പാലസ്തീനായി അനുകൂലമായി ഐക്യദാർഢ്യം നടത്തുക എന്നത് ഒരു ഇടതുപക്ഷ പ്രവർത്തകന്റെ, രാഷ്ട്രീയ പ്രവർത്തകന്റെ മൗലികമായ ഒഴിച്ചുകൂടാനാകാത്ത കടമയാണ്. അവിടെ ഞങ്ങൾക്ക് രണ്ട് പക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാനില്ല, സംഭവത്തിന്റെ ഇരുവശങ്ങളെക്കുറിച്ച് ആലോചനയില്ല. വേട്ടക്കാർക്കെതിരായി, ഇരകൾക്ക് അനുകൂലമായി ശക്തമായി നിലപാടെടുക്കുക എന്നതാണ്. ഇവിടെ ഇരകൾ പലസ്തീനികളാണ്, പതിറ്റാണ്ടുകളായി, എത്ര തലമുറകളായി. എന്തിനാണ് നിങ്ങൾ പിഞ്ചോമനകളെ കൊല്ലുന്നത്? ഈ ചോദ്യം ചോദിക്കാൻ എന്തിനാണ് ഞങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കേണ്ടത്? എന്തിനാണ് നിങ്ങൾ അവരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്നതെന്ന് ചോദിക്കാൻ ഞങ്ങൾക്ക് എന്തിനാണ് കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നത്? അത് തിരഞ്ഞെടുപ്പിന് മുമ്പോ തിരഞ്ഞെടുപ്പിന് ശേഷമോ, ഒരിക്കലും തിരഞ്ഞെടുപ്പില്ലാത്തൊരു കാലത്തോ എന്നതുമല്ല. മനുഷ്യരായ നമുക്കെല്ലാവർക്കും ഇത് നാളെ എന്നിലേക്കും വരും. എവിടെയും സംഭവിക്കാം. അതുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരെ,
ശബ്ദമുയർത്തുക എന്ന മൗലികമായ കടമയാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ഞങ്ങൾ നിർവഹിക്കുമ്പോൾ ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഇത് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? ജനാധിപത്യത്തിന്റെ മുഖാവരണമെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്തുകൊണ്ട് ഇത് സാധിക്കുന്നില്ല? ഞാൻ കോൺഗ്രസിന്റെ പേരെടുത്ത് പറയാൻ കാരണം, ഒന്നുകിൽ കോൺഗ്രസ് പലസ്തീൻ അനുകൂലമായ സമീപനമെടുക്കാൻ തയ്യാറാകണം, ഇല്ലെങ്കിൽ നെഹ്റുവിനെയും ഗാന്ധിയെയും എന്നേക്കുമായി ഔദ്യോഗികമായി ഞങ്ങൾ ഒഴിവാക്കുകയാണ്, ഞങ്ങൾ അകലം പ്രഖ്യാപിക്കുകയാണെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കണം. അറച്ചറച്ചാണ്, സീസണല. പലസ്തീനിൽ ഇങ്ങനെ കൊടുന്നരനായാട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒരു പ്രകടനം നടത്താൻ, പാലസ്തീൻ അനുകൂലമായൊരു മുദ്രാവാക്യം മുഴക്കാൻ രാജസ്ഥാനിലെ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കോൺഗ്രസ് എന്ന് കാത്തിരുന്നു. എന്നിട്ട് നടത്തി. എവിടെ നടത്തി? കോഴിക്കോട്. ഡൽഹിയിൽ SFIയുടെ പ്രവർത്തകർ, ഡൽഹിയിൽ വിവിധ സംഘടനകൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വത്തിൽ ഡൽഹിയിൽ, ഞങ്ങൾ ഒരുപാടൊന്നുമില്ല ഡൽഹിയിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർത്തിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പാലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഴക്കാൻ കോഴിക്കോട് കടപ്പുറം വേണ്ടി വന്നു. ഏത് കോഴിക്കോട് കടപ്പുറം? കേരളത്തിന്റെ കോഴിക്കോട് കടപ്പുറം. ഏതു കേരളം? പിണറായി വിജയൻ ഭരിക്കുന്ന കേരളം. തൊട്ടപ്പുറത്ത് കർണാടകയിൽ സാധിച്ചില്ല, തെലങ്കാനയിൽ ഇപ്പോഴും സാധിക്കുന്നില്ല, അവർ തന്നെ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ സാധിക്കുന്നില്ല. ആഗ്രഹിക്കുന്നേയില്ല അത് ചെയ്യണമെന്ന്. എന്തുകൊണ്ടാണങ്ങനെ? കോൺഗ്രസിന്റെ പാലസ്തീൻ അനുകൂല നിലപാടുകൾ സീസണലായി മാറുകയാണ്. കോൺഗ്രസിന് പാലസ്തീനോട്, അവിടെ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളോട്, ആക്രമിക്കപ്പെടുന്ന മനുഷ്യരോട് ഒരല്പമെങ്കിലും കനിവ്, സ്നേഹം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസിന് എങ്ങനെയാണ് മനുഷ്യത്വം നഷ്ടപ്പെട്ടു പോയൊരു രാഷ്ട്രീയ പാർട്ടിയായി ഇങ്ങനെ പോകാൻ കഴിയുക? എത്ര കാലം നിങ്ങൾക്ക് അങ്ങനെ പോകാൻ കഴിയും? ഞങ്ങൾ ഉപാധികളില്ലാതെ പാലസ്തീൻ അനുകൂലമായി ശബ്ദമുയർത്തുമ്പോൾ, പാലസ്തീനു വേണ്ടി മുദ്രാവാക്യം മുഴക്കി തെരുവിലിറങ്ങുമ്പോൾ ഞങ്ങളെ പരിഹസിക്കാൻ നിങ്ങൾ പിന്നാലെ വരും. നിങ്ങൾ കണ്ണൂട്ടറിൽ നിങ്ങൾ മുദ്രാവാക്യം മുടക്കിയാൽ പാലസ്തീനിലെ ബുൾഡോസറുകൾ നിലയ്ക്കുമോ, ബോംബുകൾ വർഷം നിലയ്ക്കുമോ എന്നൊക്കെയാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുകയെന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ ദുരിത ജീവിതങ്ങൾക്കരികിൽ അതിന് ഐക്യദാർഢ്യപ്പെടുക, ഇരകൾക്കൊപ്പം ഐക്യദാർഢ്യപ്പെടുക എന്നത് അടിസ്ഥാനപരമായ രാഷ്ട്രീയ കടമയായിട്ടാണ് ഇടതുപക്ഷം കാണുന്നത്. അതിനെയും തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്കൊരു പക്ഷമേ ഉള്ളൂ. അതുറക്കെ പറയാൻ ഒരു സന്ദർഭവും ഞങ്ങൾക്ക് തടസ്സമാകില്ല. പക്ഷേ കോൺഗ്രസിന് തടസ്സമായി മാറുന്നു. പാലസ്തീന്റെ പേര് തന്നെ പറയാൻ പേടിയാകുന്നു. പാലസ്തീനു വേണ്ടി ശബ്ദമുയർത്താൻ പേടിയാകുന്നു. ഇരകളുടെ പേരുകൾ പറയാൻ, ഇരകളോട് ചേർന്ന് നിൽക്കാൻ എന്തിനാണ് കോൺഗ്രസ് ഭയപ്പെടുന്നത്? ഉന്മൂലന ലക്ഷ്യത്തോടെയാണ് പാലസ്തീനിൽ ഇസ്രായേൽ ഇടപെടുന്നതെന്ന് പറയാൻ എന്തിനാണ് മടിക്കുന്നത്? വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുകയായിരുന്നു നെതന്യാഹു. ആ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പരിസരത്തിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ടായിരുന്നു. നെതന്യാഹുവിന്റെ രാഷ്ട്രീയ പരിസരം എന്തായിരുന്നു? ഇക്കഴിഞ്ഞ 2023 ഒക്ടോബറിൽ ഈ സംഭവ വികാസങ്ങളുടെ ഈ ഘട്ടത്തിന്റെ ആരംഭത്തിന്റെ തൊട്ട് മുൻപിൽ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? അവിടുത്തെ അവസ്ഥ ഇസ്രായേലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് ആ ചെറിയ രാജ്യം സാക്ഷ്യം വഹിച്ചു. ജനങ്ങൾ തെരുവിലേക്ക് എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പുറകോട്ടു പോകാൻ നിർബന്ധിതനായി നെതന്യാഹു എന്ന ഭരണാധികാരി, തീവ്ര വലതുപക്ഷക്കാരൻ. മുട്ടുവിറക്കേണ്ടി വന്നു അയാൾ. ജനങ്ങളുടെ മുഴുവൻ പിന്തുണയും നഷ്ടപ്പെട്ടു പോയ നെതന്യാഹു തന്റെ രാഷ്ട്രീയ ഇന്ധനം തിരികെ എടുക്കാൻ, തിരികെ പിടിക്കാൻ വർദ്ധിത വീര്യത്തോടുകൂടി, ക്രൗര്യത്തോടുകൂടി പാലസ്തീനുമേൽ ആക്രമണ പരമ്പര എഴുതിച്ചിടുകയാണ്. ഇത് ലോകം കാണുകയാണ്. ആദ്യം ഹമാസിനെ കുറ്റം പറയണോ, അതോ അപ്പുറത്ത് പാലസ്തീനെ പഠിക്കണമോ? ഇതൊന്നുമല്ലെങ്കിൽ ഇസ്രായേലിനെയാണോ, അമേരിക്കയാണോ, ആരുടെ മേലാണോ കൺഫ്യൂഷനിൽ നിന്ന
സംഘ പിടിച്ചു നിന്നിരുന്ന ലോക കാഴ്ചപ്പാടല്ല, ലോക സാഹചര്യമല്ല എന്നുള്ളത് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങൾ പലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നു. പ്രതീക്ഷിക്കാത്ത രാജ്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത രാജ്യത്തിന്റെ തെരുവീഥികളിൽ നിന്ന് പാലസ്തീൻ അനുകൂലമായ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്നു. കലാലയങ്ങളിൽ നിന്ന്, തെരുവുകളിൽ നിന്ന്, തൊഴിലാളികൾക്കിടയിൽ നിന്ന് പാലസ്തീനിലേക്കുള്ള ആയുധങ്ങൾ ഞങ്ങളുടെ കൈകൾ കൊണ്ട് കയറ്റില്ലെന്ന് പറയുന്ന തൊഴിലാളികൾ ഇന്ന് ലോകത്തുണ്ടായിരിക്കുന്നു. എന്താണ് എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യപക്ഷത്തു നിൽക്കുന്ന രാഷ്ട്രീയ ധാരയുടെ പേരാണ് ഇടതുപക്ഷം. പൊളിറ്റിക്കൽ സ്പെക്ട്രം എന്ന് പറയാറുണ്ട്. അതിൽ ഇടതും വലതുമുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഇടതുപക്ഷക്കാരായത്? എന്തുകൊണ്ടാണ് RSS തീവ്ര വലതായത്? ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കയും എല്ലാം തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ വലതും ഇടതും മനുഷ്യത്വരഹിതമായ വേട്ടയാടലുകൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ, വംശീയത കയ്യിൽ പിടിക്കുന്നവർ, വംശീയതയെ രാഷ്ട്രീയ ഇന്ധനമായി കരുതുന്നവർ, വിഭാഗീയ രാഷ്ട്രീയത്തിന്റെ പ്രവാചകർ, അവരാണ് തീവ്ര വലതുപക്ഷം. തീവ്ര വലതുപക്ഷത്തെ ഇസ്രായേൽ തീവ്ര വലതുപക്ഷ നിലപാട് സ്വീകരിക്കുന്ന വിവിധ ലോകരാജ്യങ്ങൾ മറുവശത്ത് അണിനിരക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉയർന്നു വരികയാണ്. ലോകത്തെമ്പാടുമുള്ള ഇടതുപക്ഷ രാഷ്ട്രീയ ധാര ശക്തമായിരുന്നെങ്കിൽ എന്നൊരു തോന്നൽ. സോവിയറ്റ് യൂണിയന്റെ പതനത്തിനു ശേഷം ഏകധ്രുവ രാഷ്ട്രീയം ലോകരാഷ്ട്രീയത്തെ കീഴടക്കുമ്പോൾ ഇന്നത്തെ പാലസ്തീൻ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു ചോദ്യം, ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ, അരുതെന്ന് പറയാൻ അപ്പുറത്തൊരു ശക്തിയുണ്ടായിരുന്നെങ്കിൽ, എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഇടതുപക്ഷ സാന്നിധ്യം ഉണ്ടാക്കണമെന്ന ചോദ്യം. ഇടതുപക്ഷമില്ലെങ്കിൽ നോക്കൂ, ഇന്ത്യൻ തെരുവുകളിൽ ഈ ഇരകൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വേറെ ആരുണ്ടാകുമായിരുന്നു? നമ്മൾ കൂടി ഈ കേരളത്തിൽ പാലസ്തീൻ അനുകൂലമായി സംസാരിച്ചിരുന്നില്ലെങ്കിൽ കോൺഗ്രസിനും സംസാരിക്കേണ്ടി വരില്ലായിരുന്നു. നമ്മൾ സംസാരിക്കാൻ ഇറങ്ങിയതുകൊണ്ടാണ് കോൺഗ്രസ് പിന്നാലെ നിർബന്ധിതരായത്. ലോകത്തെമ്പാടും ചെറിയ ചെറിയ ഇടതുപക്ഷ രാഷ്ട്രങ്ങളിൽ നിന്ന്, ഇടതുപക്ഷ ചിന്താഗതിക്കാരിൽ നിന്ന്, ഇടതുപക്ഷത്തിന്റെ ചെറിയ ചെറിയ പ്രഭവ കേന്ദ്രങ്ങളിൽ നിന്ന് അലയടിച്ചുയർന്ന മനുഷ്യപക്ഷ നിലപാടുകളാണ് ഇന്ന് യഥാർത്ഥത്തിൽ ലോകത്തിലെ പല രാജ്യങ്ങളിലും ഒരു കൊടുങ്കാറ്റ് പോലെ ഇന്ന് അഞ്ഞടിക്കാൻ കാരണമായത്. ചെറിയ ചെറിയ കരിയിലക്കാറ്റുകളിൽ നിന്നാണ് വലിയ വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടാവുക എന്ന് പറയാറുണ്ടല്ലോ, അതുപോലെ. അതുകൊണ്ട് നമുക്ക് ഇത് കരിയിലക്കാറ്റാണ്, ഇത് ചെറുതാണ് എന്ന് കരുതുകയല്ല. വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഇവരോട് ഐക്യപ്പെടാം. അവിടെ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളോട് നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ഐക്യപ്പെടേണ്ടി വരും. ഇനിയൊരു കുഞ്ഞും മരിക്കാതിരിക്കാൻ നമുക്ക് അവരോടൊപ്പം ചേർന്ന് നിൽക്കേണ്ടി വരും. ഇനി എന്റെ കുഞ്ഞുങ്ങളെ കൊല്ലരുതേ എന്ന് ഉറക്കെ നമ്മൾക്ക് അവരോട് വിളിച്ചു പറയേണ്ടി വരും. മഹ്മൂദ് ദർവിഷിന്റെ മനോഹരമായൊരു വരിയുണ്ട്, ഷി വാസ് കാൾഡ് പാലസ്തീൻ, ഷി വിൽ ബി കാൾഡ് പാലസ്തീൻ എന്നാണ്. അവൾ പാലസ്തീൻ എന്നറിയപ്പെട്ടിരുന്നു, ഇനിയും അവൾ പാലസ്തീൻ എന്നറിയപ്പെടുന്നു. മേരെ നാം തുമാരാ നാം വിയറ്റ്നാം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഈ ഐക്യദാർഢ്യ സദസ്സിന് ഒരൊറ്റ നിലപാടെടുക്കാം. മഹ്മൂദ് ദർവിഷിന് ചേർന്ന് നിൽക്കാം, പാലസ്തീനികൾക്കൊപ്പം ചേർന്ന് നിൽക്കാം. ഇന്നലെ അവൾ പാലസ്തീൻ എന്നറിയപ്പെട്ടതുപോലെ ഇനിയും അവൾ പാലസ്തീൻ എന്നറിയപ്പെടും. പാലസ്തീൻ എന്റെയും നിന്റെയും പേര് പാലസ്തീനാകുന്നു. എന്റെയും നിന്റെയും ശബ്ദം പാലസ്തീന് വേണ്ടിയുള്ളതാകുന്നു. എന്റെയും നിന്റെയും രാഷ്ട്രീയം പാലസ്തീന് വേണ്ടി അവസാന ശ്വാസം വരെയും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുമെന്ന് പ്രഖ്യാപിച്ച എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. അഭിവാദനം.